ഈശോയിൽ സ്നേഹമുള്ളവരെ, മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം 13 മുതലുള്ള തിരുവചനമാണ് ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം. മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം 13 മുതൽ വിവരിക്കുന്നത് ഈശോ സ്നാപയോഹന്നാനിൽ നിന്ന് സ്നാനം സ്വീകരിക്കുന്നതിനെ പറ്റിയാണ്. സ്നാപയോഹന്നാൻ സ്നാനം നടത്തിയിരുന്നത് പാപത്തിൽ നിന്ന് അനുതപിച്ച് തിരിച്ചു വരുന്നവർക്ക് വേണ്ടിയുള്ള സ്നാനമായിരുന്നു. അനുതാപത്തിൻ്റെ ജ്ഞാനസ്നാനമാണ് സ്നാപകൻ പ്രസംഗിച്ചിരുന്നത്. ഈശോ ഈ സ്നാനം സ്വീകരിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. കാരണം ലളിതമാണ്, ഈശോയിൽ പാപം ഇല്ല. പാപത്തിൻ്റെ കളങ്കമേൽക്കാത്ത ഈശോ എന്തിന് സ്നാപകനിൽ നിന്ന് സ്നാനം സ്വീകരിക്കണം? ഒന്നാമത്തേത്, പാപികളിൽ ഒരുവനെ പോലെ എണ്ണപ്പെടാൻ അവൻ ആഗ്രഹിച്ചു എന്നതാണ്. പാപികളെ നേടേണ്ടതിന് പാപികളോടുകൂടി എണ്ണപ്പെടാൻ ഈശോ ആഗ്രഹിച്ചു. പൗലോസ്ലീഹ വിജാതീയരോടുകൂടി വിജാതീയരെ നേടാൻ എണ്ണപ്പെട്ടതുപോലെ ആണിത്. പാപികളിൽ ഒരുവനാവാൻ അവൻ ആഗ്രഹിച്ചു. നീതിമാന്മാരുടെ സംഘത്തിലും വിശുദ്ധരുടെ സംഘത്തിലും നല്ലവരുടെ കൂട്ടത്തിലും എണ്ണപ്പെടാനാണ് പൊതുവെ എല്ലാവർക്കും താല്പര്യം. എന്നാൽ ഈശോ ആഗ്രഹിച്ചത് പാപികളോടുകൂടി എണ്ണപ്പെടാനാണ്. രണ്ടാമത്തേത്, അവൻ ദൈവമാണെന്നുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കുന്നില്ല. ദൈവമാണെന്നുള്ള സ്ഥാനം പരിഗണിക്കേണ്ട യാഥാർത്ഥ്യമായി കാണാതെ മനുഷ്യരിൽ ഒരുവനായും ആ മനുഷ്യരിൽ പാപികളൊരുവനായും എണ്ണപ്പെടാൻ ഈശോ ആഗ്രഹിച്ചു എന്നതാണ് ഈശോയുടെ ജ്ഞാനസ്നാനത്തിൻ്റെ രണ്ടാമത്തെ പ്രത്യേകത. അങ്ങനെ ജോർദാനിലെ ജലത്തിൽ താൻ ദൈവമാണെന്ന അവബോധം മാറ്റിവെച്ച് പാപികളിൽ ഒരുവനെ പോലെ എണ്ണപ്പെട്ട് സാധാരണക്കാരിൽ സാധാരണക്കാരനായി നിന്ന യേശുവിൻ്റെ മേൽ പിതാവായ ദൈവത്തിൻ്റെ വലിയ ഒരു സ്നേഹം മുദ്ര ചാർത്തപ്പെടുകയാണ്. പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ ഇറങ്ങി വരികയാണ്. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നുവെന്ന് സ്വർഗം സാക്ഷ്യപ്പെടുത്തുകയാണ്. യോഹന്നാൻ്റെ അടുത്ത് ഈശോ സ്നാനത്തിനെത്തുമ്പോൾ യോഹന്നാൻ ചോദിക്കുന്നത്, ഞാൻ നിന്നിൽ നിന്ന് സ്നാനമേൽക്കേണ്ടിയിരിക്കെ നീ എൻ്റെ അടുത്ത് സ്നാനപ്പെടാൻ വരുന്നത് എന്തിനാണ് എന്നാണ്. ഈശോയുടെ മറുപടി, ഇപ്പോൾ നീ ഇത് സമ്മതിക്കുക, അങ്ങനെ സർവ്വനീതിയും എനിക്ക് പൂർത്തിയാക്കേണ്ടതുണ്ട്. എന്താണ് യേശുവിനെ സംബന്ധിച്ച് സർവ്വനീതിയും പൂർത്തിയാക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം? സർവ്വനീതിയും പൂർത്തിയാക്കുക യേശുവിനെ സംബന്ധിച്ച് പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടം അനുസരിക്കുക എന്നതാണ്. എല്ലാ കാര്യത്തിലും 100% ദൈവപിതാവ് ആവശ്യപ്പെട്ടത് പൂർത്തിയാക്കിയ ആളായിരുന്നു ഈശോ. ഈ കാര്യത്തിലും ഈശോ സ്നാപകനോട് പറയുകയാണ്, എല്ലാ നീതിയും പൂർത്തിയാകേണ്ടതുണ്ട്. എൻ്റെ ജീവിതത്തിൽ എല്ലാ കാര്യത്തിലും എനിക്ക് പിതാവായ ദൈവത്തെ അനുസരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഇങ്ങനെ ഇത് സംഭവിക്കുന്നതിന് നീ സമ്മതിക്കുക. യേശുവിൻ്റെ ജ്ഞാനസ്നാനം കഴിയുന്ന ഉടനെ ദൈവമാണെന്ന സമാനത മാറ്റിവെച്ച് മനുഷ്യനായി മാറി മനുഷ്യരിൽ പാപികളിൽ ഒന്നാമനെ പോലെ സ്നാനം സ്വീകരിക്കാൻ നിന്ന യേശുവിൻ്റെ മേൽ സ്വർഗം തുറക്കപ്പെട്ട് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും അംഗീകാരമുദ്ര ചാർത്തപ്പെട്ട് പുത്രനിൽ പിതാവും പരിശുദ്ധാത്മാവും അംഗീകാരമുദ്ര ചാർത്തുന്ന വലിയ ഒരു സ്നേഹത്തിൻ്റെ അനുഭവം പറഞ്ഞുകൊണ്ട് ആ ഭാഗം അവസാനിക്കുകയാണ്. ദൈവം നിങ്ങളുടെ ഈ ദിവസത്തെ അനുഗ്രഹിക്കട്ടെ. സ്നേഹത്തോടെ, ഡാനിയേൽ അച്ഛൻ.